നമുക്കെല്ലാവർക്കും ഇന്ന് മുഴുവനും സ്വിമ്മിങ് ചെയ്യാം. നല്ല രസമുണ്ടായിരിക്കും. വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. ഞാൻ നീന്തൂല കേട്ടോ. മോട്ടു, ഈ തണുത്ത വെള്ളത്തിന് നീ ഇങ്ങനെ പേടിക്കരുത്. നീ ഒരു ധൈര്യശാലിയല്ലേ? ഡോക്ടർ ജഡ്ക, വരൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മോട്ടുവിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തെറിയാം. വേണ്ട പ്ലീസ്, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. വേണ്ട, അങ്ങനെ ചെയ്യരുതേ. എന്റെ അമ്മോ! എന്റെ മോട്ടു, നീ എന്തിനാ എല്ലാവരുടെയും മൂഡ് ഇങ്ങനെ നശിപ്പിക്കുന്നത്? വേഗം വാ, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു രസവും ഇല്ല. ഞാനിവിടെ ഒന്ന് വിശ്രമിച്ചോട്ടെ പത്തലു. നിങ്ങൾ സ്വിം ചെയ്യൂ. ഓക്കെ, വരൂ മോട്ടു. നീ ഈ പൂളിൽ നിന്ന് ദൂരെ പോയി ഇരിക്കണം. ആ കസേരയിൽ ഇരുന്ന് ദൂരത്തുനിന്ന് നോക്കിയാ മതി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വേണ്ട വേണ്ട, എന്റെ വലിയേട്ട ഒന്ന് നിർത്തൂ. വെള്ളത്തിന് തണുപ്പാന്ന് പറഞ്ഞില്ലേ? മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. ഇന്ന് നിന്നെ ഞങ്ങൾ പൂളിൽ ഇറക്കിയിട്ടേ കാര്യമുള്ളൂ. നിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് കളിക്കാനുള്ള സ്ഥലമാണോ? എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് നീ ഇവിടെ കളിച്ചു രസിക്കുകയാണല്ലേ? ഇത് കണ്ടില്ലേ? അവന്മാരൊക്കെ എന്നെ ഇതിൽ ബെൽറ്റ് കൊണ്ട് കെട്ടി ഉരുട്ടി വിട്ടതാണ്. ഞാൻ എന്ത് ചെയ്യാനോ? മേലാൽ ഇതുപോലെ ആരുടെ അടുത്തും കളിക്കാൻ നിൽക്കരുത്. മോട്ടു, നീ വേഗം പോയ മേലത്തെ ഡൈവിംഗ് ബോർഡിൽ ഇരിക്കേ. അവിടെ ഇരുന്ന് നീ എല്ലാം കാണ്. അവിടെ നിന്നെ ആരും ശല്യം ചെയ്യാൻ വരില്ല. അതേ പത്തലു, ഇത് നല്ല ഐഡിയ ആണ്. കൊള്ളാം. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എല്ലാം ആസ്വദിച്ച് കണ്ടോളാം. ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇപ്പൊ കണ്ടോ മോട്ടു എങ്ങനെയാണ് പറന്ന് വന്ന് പൂളിൽ ഇറങ്ങുന്നതെന്ന്? നല്ല മണം. സമൂസേ, 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 സമൂസേ. ഈ മോട്ടുവിനെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യ.
എന്റെ അടുത്തൊരു അടിപൊളി ഐഡിയ ഉണ്ട് കേട്ടോ. ഹോയ് മോട്ടു എന്റെ ബ്രോ, ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ചങ്കേ. ഇത് കണ്ടോ, വാട്ടർ വാർമിംഗ് ഗാഡ്ജറ്റാ. ഇതുകൊണ്ട് വെള്ളം ചൂടാവുകയും ചെയ്യും, നിനക്ക് നന്നായിട്ട് നീന്തുവാൻ സാധിക്കുകയും ചെയ്യും ചങ്കേ. അതെ അതെ, വെള്ളം ചൂടായ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ, ഇപ്പൊ വെള്ളത്തിന് കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഇനി സ്വിം ചെയ്യാൻ നല്ല രസമായിരിക്കും. അയ്യോ എന്താ ഇത്? വേഗം ഓടിക്കോ. എന്റെ പത്തിലോ ഇറങ്ങി വാ, നല്ല രസമുണ്ട് ഇവിടെ നീന്താൻ. എനിക്ക് ഡോക്ടർ ജഡ്കയുടെ ഒരു ഗാഡ്ജറ്റ്സിലും വിശ്വാസമില്ല. എപ്പോ ആ ഗാഡ്ജറ്റ്സ് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നുവോ അപ്പോഴേ ഞാൻ വെള്ളത്തിലേക്ക് വരൂ. എന്നാ ശരി. വെള്ളത്തിന് ഏതാണ്ട് ചൂട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വാ നമുക്ക് പോവാം. വെള്ളം തിളയ്ക്കുന്നേ. പൊള്ളിപ്പോയി 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 പൊള്ളിപ്പോയി. എന്റെ വലിയേട്ടാ ചെന്ന് നോക്ക്, സ്വിമ്മിംഗ് പൂളിലെ വെള്ളം എന്തുമാത്രം ചൂടായി കിടക്കുന്നു. മുട്ട കൊണ്ടുവന്നിട്ട് നമുക്ക് പുഴുങ്ങി തിന്നാം. ചായപ്പൊടി ഇട്ടാ മതി, പിന്നെ നമുക്ക് ചായ ആക്കി എടുക്കാം. മോട്ടു വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഓയ് മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഇനി ഒന്ന് ഇറങ്ങി നോക്ക്, വെള്ളത്തിന് ചൂടുണ്ടോന്ന് അറിയാവല്ലോ. വെള്ളം ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്, നോർമൽ ടെമ്പറേച്ചർ തന്നെയാ. വരൂ, ഇപ്പൊ നമുക്ക് സ്വിമ്മിങ്ങിന് പോകാം. ഇപ്പൊ വേണമെങ്കിൽ നോർമൽ ആയിട്ടുണ്ടാവാം. ഇനി എങ്ങാനും വെള്ളം ചൂടായാലുണ്ടല്ലോ പിന്നെ എന്റെ വിധം മാറും കേട്ടോ. ഓയ് മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഇത് വാട്ടർ കൂളിംഗ് ഗാഡ്ജറ്റ് ആണ്, വെള്ളം ചൂടാകത്തൊന്നും ഇല്ല ചങ്കേ. എന്റെ പത്തിലോ ഇനിയെങ്കിലും വന്നൂടെ, നല്ല രസമുണ്ട് നീന്താൻ. എത്ര നേരം ഡോക്ടർ ജഡ്കയുടെ ഗാഡ്ജറ്റ്സ് വെള്ളത്തിനകത്ത് കിടക്കുന്നുവോ അതുവരെ ഞാൻ പുറത്തേ നിൽക്കുകയുള്ളൂ. ഓക്കെ എങ്കിൽ ശരി പത്തിലോ, എങ്കിൽ ശരി, നിന്റെ ഇഷ്ടം. പക്ഷേ ഇതൊരു വാട്ടർ കൂളിംഗ് ഗാഡ്ജറ്റ് അല്ലേ, ഇതിലിനി എന്ത് പ്രശ്നം വരാനാ? ഇനി അഥവാ വെള്ളം തണുക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഇതിന്ന് പുറത്തു വന്ന പോരെ? വെള്ളം വെള്ളം ഒരുപാട് തണുത്തിട്ടുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഈ വെള്ളം എന്താ ഇങ്ങനെ ഇത്ര തണുക്കുന്ന? നമുക്ക് പോകാം, വെള്ളത്തിന്റെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരൂ പോകാം. വലിയേട്ടാ, വെള്ളമൊക്കെ ഐസായി പോയല്ലോ. ഞാനിത് പിന്നെയും കുടുങ്ങിപ്പോയി, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഓയ് മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. നോക്ക്, ഈ സ്വിമ്മിംഗ് പൂൾ ഐസായി മാറി. എന്നാ പിടിക്കുക. വലിയേട്ടാ, ഞാൻ 10 സെക്കൻഡ് നിങ്ങൾക്ക് തരാം, എന്നെ വേഗം റെഡി ആയിക്കോളൂ, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡോക്ടർ ജഡ്ക മോട്ടോനെ ഒന്ന് ശരിയാക്ക് വേഗം. അവൻ കളിപ്പാട്ടൊന്നും അല്ല, ഇങ്ങനെ എല്ലാവർക്കും എടുത്തിട്ട് കളിക്കാൻ. എന്റെ പത്തിലും ആ പിള്ളേര് കുറച്ചേരം ഒന്ന് കളിക്കട്ടെ. ഇനി എന്റെ ടേൺ. മോട്ടു, പിള്ളേര് മോട്ടുവിന്റെ കോലം കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? നല്ല മണം.
കുട്ടികളെ, ആരെങ്കിലും ഐസ് ഹോക്കി കളിക്കാൻ വരുന്നുണ്ടോ? ഞാൻ കളിക്കുന്നു. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാടകയ്ക്ക് മേടിച്ചത് നിന്റെ കോടീശ്വരനായ അമ്മാവൻ കുബേർ സിംഗിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്റെ മോട്ടു, നീ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ പഴയ വീട്ടിലേക്ക് വിളിച്ചാ പോരായിരുന്നോ? പത്ലു, ഇന്നത്തെ കാലത്ത് കുറച്ച് പൊങ്ങച്ചൊക്കെ കാണിക്കണം. എന്റെ കോടീശ്വരൻ അമ്മാവൻ എന്നെ കോടീശ്വരനായിട്ട് കണ്ടു കഴിഞ്ഞാ നമ്മുടെ അഭിമാനം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വീണ്ടും ഉയരുകയല്ലേ ചെയ്യാ. നിങ്ങൾക്ക് സുഖമാണോ മോട്ടു പത്ലു? നമസ്കാരമുണ്ട് അമ്മാവ. നമസ്കാരമുണ്ട്. ഞങ്ങൾക്ക് സുഖമാണ്. ഞാൻ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളെ ഇന്ന് കാണുന്നത്. എനിക്ക് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര അധികമായിട്ട് പുരോഗമിച്ചിരിക്കുന്നു. പൊളിച്ചടുത്തല്ലോ മോട്ടുപത്ലു. നിങ്ങൾ ഇവിടെ ആരെയാ കാണാൻ വന്നിരിക്കുന്നത്? ആ സാറേ, മൈസെൽഫ് കഷിറ്റാറാം. ഞാൻ ഇവരുടെ കൂട്ടുകാരനാണ്. ഖസീറ്റാറാം, വെരി സോറി. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം. എനിക്ക് എന്റെ അമ്മാവനുമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാ. പ്ലീസ്. പൊളിച്ചടുത്തല്ലോ. എന്തിനാ തള്ളുന്നത്? പോയിക്കോളാം പോയിക്കോളാം. പിന്നെ സാറേ, സാറിന്റെ ബംഗ്ലാവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ തള്ളുന്നത്? വേണ്ട, ഞാൻ പോയിക്കോളാം പോയിക്കോളാം പോയിക്കോളാം. ഇതാ ഞാൻ പോവാണ് സാറേ. ഞാൻ പിന്നീട് ഒരിക്കൽ വന്ന് സാറിനെ കണ്ടോളാട്ടോ. മോട്ടു പത്ലു, ഇതൊക്കെ എന്താണ് ഈ സംഭവിക്കണേ? കണ്ടിട്ട് ഇത് നിങ്ങളുടെ ബംഗ്ലാവാണെന്ന് തോന്നണില്ലല്ലോ. സോറി അമ്മാവ, ഇത് മുഴുവൻ വാടകയ്ക്കെടുത്തതാണ്. എന്റെ അമ്മാവ, നിങ്ങളൊരു കോടീശ്വരനല്ലേ? ഇനി നിങ്ങളെങ്ങാനും ഞങ്ങൾ രണ്ടുപേരും ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാ താമസിക്കുന്നതെന്ന് അറിഞ്ഞ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ കുറിച്ചുള്ള മതിപ്പും സ്നേഹവും കുറഞ്ഞു പോകൂല അമ്മാവ. മോട്ടു, മനുഷ്യന്റെ മതിപ്പ് അവന്റെ പണത്തിലല്ല, പക്ഷേ അവന്റെ കർമ്മത്തിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ ചിന്തകളിലുമാണ്. തെറ്റായിട്ടുള്ള ജോലി ചെയ്താൽ ആരും തന്നെ മതിക്കില്ല. എന്റെ അമ്മാവ, ഇന്നുള്ള എല്ലാവരും പൈസയല്ലേ നോക്കുന്നുള്ളൂ. നല്ലതും ചീത്ത ആരും നോക്കാറില്ല. ആഹാ, അങ്ങനെയാണോ? എന്നാ ഈ ബാഗ് പിടിച്ചോ. ഇതില് 10 കോടി രൂപയുണ്ട്. നിങ്ങൾ ഇത് ഒരാഴ്ച കൊണ്ട് മൊത്തം ചെലവഴിക്കണം. എനിക്കൊന്ന് കാണണം നിങ്ങൾക്ക് എത്രമാത്രം ബഹുമാനം നേടാൻ സാധിക്കുന്നു. പിന്നൊരു കാര്യം, ഇതിന്റെ വാസ്തവം ആരും അറിയാൻ പാടില്ല. പിന്നെ ഒരാഴ്ച കൊണ്ട് ഇത് മൊത്തം ചെലവഴിച്ച് തീർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ചെലവ് ചെയ്തോ അത് മൊത്തം എനിക്ക് തിരിച്ചു തരണം. ഓക്കെ അമ്മാവ. പൊളിച്ചേ, അങ്ങനെ നമ്മളും ഇന്ന് കോടീശ്വരനായടാ പത്ലു. അതെ എന്റെ ചായക്കട ചേട്ടാ, ഇന്ന് വയറ് നിറച്ച് സമൂസ തിന്നാനിങ് എടുത്ത്. അത് ശരി, വയറ് നിറച്ചോ? എന്താ നിനക്ക് വല്ല ലോട്ടറി എങ്ങാനും അടിച്ചോ? എന്നാ തിന്ന്. ഒരു പ്ലേറ്റ് എടുത്തോളൂ. ഓ, ഒന്നുകൂടി ആവാം. ഒന്നുകൂടെ പോരട്ടെ. മതി മതി, ഇപ്പൊ തന്നെ ഒരുപാട് കഴിച്ചു. ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആട്ടെ, കാശ് എത്രയായി? ഒരു 5000 രൂപ. ആ, വെറും 5000 രൂപയോ? നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട സമൂസകൾ വിൽക്കുന്നേ? കുറച്ച് വില കൂടുതലാക്കി വിറ്റാലെന്താ? കുഴപ്പമൊന്നുമില്ല. ഇന്നാ ഇത് 5 ലക്ഷം രൂപയുണ്ട്.
എന്തിനാ 5 ലക്ഷം തരുന്നേ? എനിക്ക് ആരുടെയും ഔദാര്യൊന്നും വേണ്ട. ന്യായമായ വിലയെ ഞാൻ വാങ്ങുകയുള്ളൂ. അല്ല പിന്നെ എന്റെ ചായക്കട ചേട്ടാ വാങ്ങിച്ചോളൂ. ഇത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഈ കടയൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കൂന്നേ. ഇന്ന് വാങ്ങിച്ചോളൂ. ഞങ്ങൾ ഇതൊരു സമ്മാനമായിട്ട് തരുവാന്ന് കരുതിയാ മതി. വാങ്ങിക്കു ചേട്ടാ. എന്നാ എന്റെ വക സമ്മാനം. എന്റെ കൈ പൊള്ളിപ്പോയേ. ഞാൻ കാശ് തന്നതല്ലേ നിങ്ങക്ക്. അതെന്തറിയോ കാര്യം? നിങ്ങൾ വല്ലയിടത്തുനിന്നും മോട്ടിച്ച കാശായിരിക്കും. ഇവിടുന്ന് ഓടിപ്പോകുന്നു അതോ ചിങ്ക സാറിനെ വിളിക്കണോ? വിട്ടോടാ പത്തലു. ഇതുവരെയായിട്ട് നമുക്ക് 5000 രൂപയെ ചെലവാക്കാൻ പറ്റിയിട്ടുള്ളൂ. വരൂ നമുക്ക് മാളിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാം. മോട്ടു, നമ്മള് 2 ദിവസമായിട്ട് ഷോപ്പിംഗ് ചെയ്യാ. എന്നിട്ട് നമുക്ക് 1 കോടി പോലും തീർക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്കൊന്നും ഇപ്പൊ പൈസയുടെ ആവശ്യമില്ലെന്നാണ് പത്തലു. ഇനി എത്രയാന്ന് വെച്ചാ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാ. വീട്ടില് സാധനങ്ങൾ വെക്കാൻ പോലും സ്ഥലമില്ലാതായി. ഏയ്, എന്താ ബാങ്ക് വല്ലതും കൊള്ളയടിച്ചോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ അല്ല ചേട്ടാ, ഞങ്ങള് പോയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാ. ബോക്സർ ഏട്ടാ, ഇന്ന കാശ്. പുതിയ ബോക്സിംഗ് റിംഗ് ഉണ്ടാക്കിക്കോളൂ. പുതിയ പഞ്ചിങ് ബാഗ് മേടിച്ചോളൂ. വാങ്ങിച്ചോളൂ. ഏയ്, നിങ്ങളുടെ ഈ മോഷണത്തിൽ എന്നെയും കൂടി പങ്കാളിയാക്കാണോ? അറിയോ? ഓ മോട്ടു, എന്താ ഈ കാണിച്ചത്? എന്റെ കുറെ നാളത്തെ കഷ്ടപ്പാടാ നീ നശിപ്പിച്ചത്. ഇന്ന ഇത് പിടിക്കുമല്ലേട്ടാ. എന്നിട്ടൊക്കെ പുതിയ മേടിച്ചു വെച്ചോളൂ. പുതിയ ലാബ് തന്നെ ഉണ്ടാക്കിക്കോളൂ. എന്ത് വേണം, എത്ര വേണം, എങ്ങനെ വേണേലും എടുത്തോളൂ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയോ, നിനക്ക് ഇത്രയും കാശ് എവിടുന്നാ കിട്ടിയത്? ഇനി നീ മോഷണവും തുടങ്ങിയോ? ഡോക്ടർ ജഡ്കാൻ, ഞങ്ങള് മോഷ്ടിച്ചതൊന്നും അല്ല. പിന്നെ ആരെങ്കിലും കൊള്ളടിച്ചതാണോ? നിങ്ങൾ തരുന്ന ഈ കാശ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടുന്ന് ഒന്ന് പോയി തന്നാ മതി. ഓ, നിങ്ങൾ രണ്ടുപേരും ഇനി ഇതിനകത്തിരിക്ക. ചിങ്കം സാർ ഇവിടെ വരുന്നത് വരെ. കസീട്ടെ, ചിങ്ക സാറിനെ വിളിക്ക്, വേഗം വിളിക്ക്. ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളെ തുറന്നു വിട്. നിക്ക്. വേണ്ട, ഞങ്ങളെ മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങള് തുറന്നു വിട്. തുറന്നു വിടാനാ പറഞ്ഞത്. ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളെ തുറന്നു വിട്. തുറന്നു വിട്. ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. തുറന്നു വിട്. ഞങ്ങള് മോഷ്ടിച്ചിട്ടില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്ക് പത്തലു. ഇനിയിപ്പ എന്താ ചെയ്യാ? ഈ പൈസയാണ് തീരുന്ന ലക്ഷണമില്ലല്ലോ. ഐഡിയ. പണം ചെലവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ മോട്ടു? ആരെങ്കിലും വന്ന് മോഷ്ടിച്ചോണ്ട് പോയിക്കോട്ടെ. എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾക്ക് 1, 2, 10 ലക്ഷം വേണമെങ്കിൽ എനിക്കൊരു ഫോൺ ചെയ്താൽ മതി. ഞാൻ ഉടനെ കൊണ്ടുവന്ന് തന്നോളാം. 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം. ഇവരുടെ കയ്യിൽ ഇത്രയും കാശ് എവിടുന്നാ വന്നത്? അറിയില്ല അവന്മാർക്ക് എവിടുന്നാ പൈസ കിട്ടിയതെന്ന്. രാവിലെ തൊട്ട് പൈസ വിതരണം ചെയ്യുകയാ. ജോൺ വരുന്നുണ്ട്. വേഗം കിടന്നുറങ്ങാം. പൈസ ജോൺ കൊണ്ടുപോയിക്കോളും. എന്നിട്ട് നമുക്ക് അമ്മാവനോട് പറയാം എല്ലാ പണവും ചെലവാക്കിയെന്ന്. ജനലും വാതിലും തുറന്നിട്ട് ഇത്രയും അധികം പൈസ ടേബിളിൽ വെച്ചിട്ട് ധൈര്യത്തോടെ കിടന്നുറങ്ങുന്ന ഈ കളികളെല്ലാം കണ്ടിട്ട് എന്തോ ഒരു കുടുക്കാണെന്ന് തോന്നുന്നു. ബാഗ് മോട്ടിച്ചോണ്ട് പോടാ. ആരും നിന്നെ പിടിക്കാൻ വരില്ല. കൊണ്ടുപോടാ, കൊണ്ടുപോ. ആരും പിടിക്കില്ല. കൊണ്ടുപോയിക്കോ എന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ ആ ശബ്ദം ആരുടേതാണ്? ജോണിനെ പിടിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് മാത്രമല്ല, ഇമ്പോസിബിളുമാണ്. വിട്ടോടാ. അതെ, നിക്കൂ നിക്കൂ. പ്ലീസ് ഈ ബാഗ് മോട്ടിച്ചോണ്ട് പോടേ. പ്ലീസ്. ജോൺ അവിടെ നിക്ക്. ജോണ്. ജോൺ അവിടെ നിക്ക്. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞ്? ജോൺ
എനിക്ക് വേണ്ട. എന്നോട് മോഷ്ടിക്കാൻ പറയുന്നോ? നിനക്കൊന്ന് നാണമില്ലടേ. വണ്ടി ഒന്ന് വേഗം വിടറാ, വേഗം. അതെ, ജോൺ! അതെ, ഈ ബാഗ് ഒന്ന് കൊണ്ടുപോ പ്ലീസ്, ഐ റിക്വസ്റ്റ് യു. പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ ചിങ്കം സാറിനെ വിളിക്കോ. ചിങ്കം സാറിനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഡോണ്ട് വറി ജോൺ. ഡോക്ടർ ജഡ്ക എന്നോട് എല്ലാ കാര്യങ്ങളും ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ പത്ലു, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. നമ്മൾ നമ്മുടെ കാശ് കയ്യിൽ വെച്ചതിന് പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. ഓടിക്കോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലവ്. ഇന്ത്യൻ നിയമമാണെങ്കിൽ സത്യം, ഭാരത മാതാവാണ് സത്യം. എന്റെ ഡയലോഗ് നീ ഉപയോഗിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യും. മോട്ടു പത്ലു, വണ്ടി നിർത്ത. അവിടെ നിൽക്കും മോട്ടു പത്ലു. ഓടിയത് കൊണ്ട് ഒരു കാര്യമില്ല ചങ്കുകളെ. നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനാവില്ല. ഞങ്ങളെ കാശും കൊണ്ടല്ലേ പോകുന്നത്. പിന്നെന്തിനാ ജനങ്ങളെ കള്ളന്മാരാന്ന് പറഞ്ഞ് ഞങ്ങളെ ചേസ് ചെയ്യുന്നത്? മതി, നിർത്ത്. ഒരുപാടായി. ഇനി നമുക്ക് അവരോട് സത്യം പറഞ്ഞ് മതിയാകൂ. എന്റെ അമ്മ. എന്റെ അച്ഛപ്പോർ അമ്മച്ചിയെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ മോട്ടു? ബഹുമാനം പണം കൊണ്ട് മാത്രമല്ല, നല്ല കർമ്മം ചെയ്താൽ മാത്രം മതി. ആൾക്കാർ വിചാരിച്ചു നിങ്ങൾ മോഷ്ടിച്ചിട്ടാണ് ഇത്രയും പണം ഉണ്ടാക്കിയെന്ന്. എന്നിട്ട് എല്ലാവരും നിങ്ങളിൽ നിന്ന് അകന്നു. എന്തേ, മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാം മനസ്സിലായി അമ്മാവ, എല്ലാം മനസ്സിലായി എനിക്ക്. എന്റെ അമ്മാവ, ഞങ്ങള് രണ്ടുപേരും നല്ലൊരു കാര്യമാണ് ചെയ്യാൻ നോക്കിയത്. അതിൽ യാതൊരു കളിപ്പേരും ഇല്ലായിരുന്നു അമ്മാവ. ഇനി കുറച്ച് സമൂസ കഴിക്കാം, വളരെ നന്നായിട്ടുണ്ടാവും. നല്ല വിശപ്പുണ്ടേ.